ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ദീപ്തി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേർണി വിത്ത് ദീപു. അപ്പോൾ ഈ വ്ലോഗ് വന്നിട്ട് ഒരു സൺഡേ വ്ലോഗാണ്. സൺഡേ ഈവനിങ് അറൗണ്ട് 3 o'clock ആയി ഇപ്പോൾ ടൈം. അപ്പോൾ ഞങ്ങളിന്ന് ബീച്ചിലോട്ട് പോവുകയാണ്. മെറീന ബീച്ചിൽ പോവാണ്. ചെന്നൈ വന്നിട്ട് ആദ്യത്തെ ഒരു 2 പ്രാവശ്യം മെറീന ബീച്ചിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി പോയിട്ട് തന്നെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഈ ബീച്ച് കുറേ അപ്ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പോൾ ബീച്ച് കാണാൻ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു. സോ അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് അപ്ഡേറ്റൊക്കെ വന്നിട്ടുള്ളതെന്നും പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു. ഇപ്പം ഞങ്ങൾ ബീച്ചിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 1.5 hour ടൈം എടുക്കും ഈ ബീച്ചിലോട്ട് ജേർണി നമുക്ക്. അപ്പം ഞങ്ങൾ ബീച്ചിൽ ഇതാ വന്ന് ചേർന്നിട്ടുണ്ട്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് റഷുണ്ട്. കണ്ടില്ലേ എത്ര വെഹിക്കിൾ അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ബീച്ചിൽ വന്നു, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബീച്ച് ഒരുപാട് വലിയൊരു ബീച്ചാണ്, ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു ബീച്ചാണ്. കാണാനും നല്ല രസമാണ്. డబ్బులు తీసుకురావాల్సింది. ഇത് കണ്ടോ, ഒരു ഫുട്പാത്ത് എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇത് വുഡും കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ പോയി ഇറങ്ങാനൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ പോയി ഇറങ്ങിയിട്ട് കാലൊക്കെ നനഞ്ഞിട്ട് വരുവാണെങ്കിൽ മണ്ണൊന്നും പറ്റാതെ നമുക്ക് തിരിച്ച് റോഡിൽ വരെ പോകാൻ പറ്റും. സോ ഇത് നല്ല രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ കുതിരകളുണ്ട്. അപ്പം കുതിരയുടെ മേളിൽ കയറാതെങ്ങനെ, അപ്പം കുതിരയിൽ ഒരു ചെറിയൊരു ഹോഴ്സ് ഡ്രൈവൊക്കെ പോയി. ഇവിടെ ചെറിയ പ്ലേ ഏരിയ ഉണ്ട്, അതിൻ്റെ കിഡ്സ്ക്ക് പ്ലേ ഏരിയ കൂടെ ഉണ്ട്. അതുമല്ലാതെ വലിയവർ വന്നാലും റിലാക്സ് ചെയ്യാനും നല്ലൊരു ഏരിയയാണിത്. അപ്പം ഇപ്പോൾ എറൗണ്ട് ഒരു 6:30 ആകുന്നു ടൈം. നൈറ്റ് ബീച്ച് കാണാൻ നല്ല രസമാണ്. ഇവിടെ ഫോട്ടോഷൂട്ടിക്കൊക്കെ നല്ല രസമാണ് കേട്ടോ. അന്ന് ബീച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാനും ഒക്കെ നല്ല രസമാണ്. അതിനായിട്ടുള്ള അറേഞ്ച്മെൻ്റൊക്കെ ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി ഒരു വൈബാണ് കേട്ടോ. നൈറ്റ് മാത്രം മെറീന ബീച്ച് അടിപൊളി ഒരു വൈബാണ്. അതല്ലാതെ ലവേഴ്സൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ അടിപൊളി വൈബായിരിക്കും. പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്കും നല്ല രസമാണ്. റിലാക്സ് ചെയ്യാനൊക്കെ വീക്കെൻഡിൽ വന്ന് റിലാക്സ് ചെയ്യാൻ ഒരു ബെസ്റ്റ് ഏരിയയാണ് ഈ ബീച്ച് എന്ന് വേണേൽ പറയാം. പിന്നെ ഇവിടെ ആണെങ്കിൽ വീക്കെൻഡിൽ ഏതൊക്കെ ഈവൻ്റ് ആണെങ്കിൽ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ ഏതോ ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഏതോ ഒരു ഡാൻസും പാട്ടും കൊട്ടും ഒക്കെ ആയിട്ട് വീക്കെൻഡിൽ ഇവിടെ ഏതോ ഒരു പരിപാടി നടത്താറുണ്ട് ഇവിടെ. ഇതും ഒരു ടൈം പാസ്സാണ്, വന്നിരുന്ന് കാണാനും ആസ്വദിക്കാനും ഒക്കെ ചില്ലാവാൻ നല്ലൊരു പ്ലേസാണിത്. பறவையோட பேரு நம்ம தங்கம். அதாவது பெருநகரம் சென்னை மாநகராட்சி இந்த இடத்தை எவ்வளவு அழகா ரெடி பண்ணிருக்காங்க. எப்படி இருக்கு? நல்லா இருக்கா? இந்த நிகழ்வு எல்லாம் என்ஜாய் பண்றீங்களா? சந்தோஷமா இருக்கீங்களா? அதே மாதிரிதான் நம்ம பெருநகர சென்னை மாநகராட்சியோட மக்களோட பங்களிப்பும் இருக்கு. நம்ம இடத்தை நம்ம சுத்தமா வச்சுக்கிறது நம்ம
എനിക്കാണെങ്കിൽ ഈ ബീച്ചിൽ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് അങ്ങനെ കരയിൽ നിന്നിട്ട് ഈ ആ കടലിലോട്ട് കണ്ണെത്താൻ ദൂരത്ത് അല്ല നോക്കെത്താൻ ദൂരത്ത് കണ്ണും നട്ട് നിൽക്കുന്നതെന്നൊക്കെ പറയത്തില്ല, അതുപോലെ അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ആ കടലിനെ ഇങ്ങനെ നോക്കി നിൽക്കാനും ആ തിരമാലകൾ വന്നു പോകുന്നത് കാണാനൊക്കെ പോയി അങ്ങനെ നിന്ന സമയം പോകുന്നതേ അറിയത്തില്ലേ. അങ്ങനെ പിന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ നല്ല ചൂടായിട്ട് ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം 2-3 ബജ്ജിയൊക്കെ മേടിച്ച് കഴിച്ചു. ഇപ്പം ടൈം വന്നിട്ട് ഒരു 8:30 ആയി. അപ്പം ഇനിയും വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബജ്ജിയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു നല്ല ഫിൽറ്റർ കോഫിയും കുടിച്ചു. പക്ഷേ ഫിൽറ്റർ കോഫി മാത്രം സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ചു. ഇനി അതിന് ശേഷം ഇനി വീട്ടിലോട്ട് മടങ്ങി പോകാമെന്ന് വിചാരിച്ചു. അപ്പം വീക്കെൻഡിൽ ഇവിടെ ബീച്ച് വന്നിട്ട് 10 o'clock വരെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ചില സമയങ്ങളിൽ ഏർലിയാനെ ബീച്ച് ക്ലോസ് ചെയ്യാറുണ്ടെന്നും പറയും. സോ ഇപ്പം ഇന്ന് ഒരു 10-11 o'clock വരെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പം അതെല്ലാം ബീച്ചിൽ എൻജോയ് ചെയ്തതിന് ശേഷം വീട്ടിലോട്ട് മടങ്ങി പോവുകയാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളെ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ്. അപ്പം പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ചെന്നൈ വരുവാണെങ്കിൽ എൻ്റെ ടൂറിനായിട്ടൊക്കെ വരത്തില്ലേ, അപ്പം എന്തായാലും മെറീന ബീച്ച് മാത്രം വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.